നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂറോപ്പിനെ കാട്ടുതീ വിഴുങ്ങുന്നു. മനുഷ്യൻ വെന്തു മരിക്കുകയാണ്. എവിടെയും ഉയരുന്നത് നിലവിളികളാണ്. തീ അണയ്ക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് രക്ഷാപ്രവർത്തകരും എത്തിയിരിക്കുന്നു. 2025 പ്രകൃതി ദുരന്തങ്ങളുടെ ഘോഷയാത്രയാണ്. നമുക്കറിയാം, അമേരിക്കയെ കാട്ടുതീ വിഴുങ്ങിയ സന്ദർഭം. ലോസ് ആഞ്ചലസിൽ ഉയർന്ന കാട്ടുതീയിൽ ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഭയപ്പെടുത്തുകയാണ് കാട്ടുതീ. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ഭരണകൂടങ്ങൾ പോലും വിറങ്ങലിച്ചു നിൽക്കുന്നു. യൂറോപ്പിലാകെ വ്യാപിച്ചിരിക്കുന്ന കൊടും ചൂടിൽ പല രാജ്യങ്ങളും ഇപ്പോൾ വെന്തുരുകുകയാണ്. ചില രാജ്യങ്ങളിൽ കൊടും ചൂടിനൊപ്പം കാട്ടുതീയും പടർന്നു പിടിക്കുകയാണ്. ബ്രിട്ടനിലും കൊടും ചൂടിന്റെ ദിനങ്ങൾ എത്തുകയാണ്. ഗ്രീസിൽ കാട്ടുതീയിൽ ഒരാൾ മരിച്ചു. യൂറോപ്പിലാകെ ഏകദേശം 16,000 ഏക്കർ സ്ഥലം കാട്ടുതീയിൽ കത്തി നശിച്ചു. ഗ്രീസിലെ ഏതൻസിന് തൊട്ടു തെക്കുള്ള കെരാറ്റിയ മേഖലയിൽ വെള്ളിയാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് ഒരു വൃദ്ധൻ വെന്തു മരിച്ചത്. ഒരു കുടിലിലെ കിടക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ അഗ്നിശമന സേനാംഗങ്ങൾ കണ്ടെടുത്തിരുന്നു. 3-ാം ദിവസവും രാജ്യത്തുടനീളം തീപിടുത്തം തുടരുന്നതിനാൽ ശക്തമായ കാറ്റ് തിങ്കളാഴ്ച വരെയെങ്കിലും തുടരുമെന്ന് ഏതൻസിലെ ദേശീയ നിരീക്ഷണാലയം അറിയിച്ചു. ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസം അഗ്നിശമന സേനാംഗങ്ങൾ വെസൂവിയൻസ് പർവ്വതത്തിന്റെ അരികുകളിൽ ഉണ്ടായ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. നേപ്പിൾസിനടുത്തുള്ള അഗ്നിപർവ്വതത്തിലേക്കുള്ള എല്ലാ ഹൈക്കിംഗ് വഴികളും അടച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ തെക്കൻ ഇറ്റലിയിലെ ദേശീയോദ്യാനത്തിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാൻ 12 ടീമുകളും 6 കാനഡയർ വിമാനങ്ങളും രംഗത്തുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അഗ്നിശമന സേനയുടെ വിദഗ്ധർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ പടരുന്നത് കൃത്യമായി നിരീക്ഷിക്കാൻ ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 6,20,000 പേരാണ് ഇവിടെയുള്ള അഗ്നിപർവ്വതത്തിന്റെ ഗർത്തം സന്ദർശിച്ചത്. അതേസമയം ഇതിന് സമീപത്തുള്ള പോംപെ പുരാവസ്തു കേന്ദ്രം ഇപ്പോഴും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. ഫ്രാൻസിലെ തെക്കൻ ഓട് മേഖലയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടായ കാട്ടുതീ നിയന്ത്രിക്കാൻ 1400ഓളം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചിരിക്കുകയാണ്. കാട്ടുതീയുടെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോയവരോട് വീടുകളിലേക്ക് മടങ്ങാൻ ഇപ്പോൾ സർക്കാർ അനുവാദം നൽകിയിട്ടുണ്ട്. വൈനറികൾക്ക് പേര് കേട്ടതാണ് ഈ മേഖല. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. തീപിടുത്തത്തിൽ മുന്തിരിത്തോട്ടങ്ങൾ ചാരക്കൂമ്പാരമായി മാറിയതായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ സൂചിപ്പിക്കുന്നു. എല്ലാ റോഡുകളും വീണ്ടും തുറന്നിട്ടുണ്ടെങ്കിലും വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അധികൃതർ കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെയും തീപിടുത്തത്തിൽ ഒരാൾ മരിക്കുകയും 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉയർന്ന താപനില തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇന്ന് ഫ്രാൻസിൽ രാജ്യവ്യാപകമായി ഏറ്റവും ചൂടേറിയ ദിവസമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്പെയിനിലും കാട്ടുതീ രൂക്ഷമായി തുടരുകയാണ്. ബ്രിട്ടനിൽ ഇന്ന് താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആകുമെന്നാണ് പ്രവചനം. UK-യുടെ പല ഭാഗങ്ങളിലും താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ രാജ്യത്തുടനീളമുള്ള കുടുംബങ്ങൾ ബീച്ചുകളിലേക്കും പാർക്കുകളിലേക്കും പോകാൻ ഒരുങ്ങുകയാണ്. ഇന്ന് മിക്ക പ്രദേശങ്ങളിലും 20 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും. ലണ്ടനിലും തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ 31 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ ബുധനാഴ്ച വൈകുന്നേരം 6 വരെ ലണ്ടൻ, യോർക്ക്ഷയർ, ഹാംബർ, ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, ഇംഗ്ലണ്ടിന്റെ കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. രാജ്യങ്ങളിൽ പലയിടത്തേക്കും ഇങ്ങനെ കാട്ടുതീ പടരുന്നത് വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങൾക്ക് ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥ ഉടലെടുത്തിരിക്കുന്നു. ഇതിന്റെ കൂടെ മറ്റു രാജ്യങ്ങളിൽ, അതായത് ചൈന, അതുപോലെ തന്നെ അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സുനാമി ഭീതിയും ഭൂകമ്പ സാധ്യതകളുമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതി ഇവിടങ്ങളിലും ഉണ്ട്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഭീതിക്ക് നടുവിലാണ്. തുടർ ഭൂചലനങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണം എന്ന് തന്നെയാണ്. ഈ ഒരു മുന്നറിയിപ്പ് കൂടി വന്നതോടുകൂടി ജനങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജപ്പാനിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം ജപ്പാൻ പുറത്തേക്ക് പോകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയും പ്രതിസന്ധി, കാട്ടുതീയും ഭൂകമ്പങ്ങളും സുനാമിയും ഒക്കെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോകണമെന്നറിയാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അതിശക്തമായ കാറ്റ്
അതിന്റെ പിന്നാലെ ഉണ്ടായ പ്രളയം, അതിന്റെ ഭീതിയും നെടുവീർപ്പും ഇപ്പോഴും മാറിയിട്ടില്ല. നാശനഷ്ടങ്ങൾ അതിന്റെ എണ്ണം പോലും എടുത്തു തീർന്നിട്ടില്ല. ടെക്സസും അലാസ്കയും ഒക്കെ ചെളി കൂമ്പാരമായി മാറിയ കാഴ്ച ലോകം കണ്ടതാണ്. ഇതിനോടകം തന്നെ 100ഓളം പേരുടെ ജീവനാണ് അമേരിക്കയിൽ പ്രളയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കൂടെ സുനാമിയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അലാസ്കയിൽ വീണ്ടും സുനാമി ഉണ്ടാകും എന്നുള്ള ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലാസ്കയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റിയും ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ എത്രയും സുരക്ഷിതരായിരിക്കണമെന്നാണ് അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ റഷ്യയിൽ ഭൂകമ്പം ഉണ്ടാകുകയും തുടർന്ന് സുനാമി തിരമാലകൾ അടിച്ചു കയറുകയും ചെയ്തിരുന്നു. ഇവിടുത്തെ ഒരു ദ്വീപ് പൂർണ്ണമായും നശിച്ചില്ലാതായിരിക്കുകയാണ്. റഷ്യയിലും തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ജപ്പാനിലെ സ്ഥിതി അതിരൂക്ഷമാണ്. ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ച. ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഭരണകൂടം അറിയിച്ചിട്ടും ജനങ്ങൾ ജപ്പാനിൽ തുടരാൻ തയ്യാറാകുന്നില്ല. കാശുള്ളവരൊക്കെ ജപ്പാന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരാകട്ടെ ഭീതിയിൽ കഴിഞ്ഞുകൂടുകയാണ്. തമ്മിൽ ഭേദം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സുനാമി ഉണ്ടാകാമെന്ന് വിദഗ്ധർ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാൻ ഇപ്പോൾ അതിനെ നേരിടാനുള്ള നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഭൂചലനങ്ങൾ വീണ്ടും ഉണ്ടായാൽ പ്രതിസന്ധി അതിരൂക്ഷമാകും. ഇപ്പോൾ തന്നെ ജപ്പാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർന്നിട്ടുണ്ട്. റിയോ തൽസുഗി പ്രവചനം നടത്തിയതിന് പിന്നാലെ ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചടി ജപ്പാൻ ഉണ്ടായി. അതിന് പിന്നാലെ വന്ന സുനാമി, തിരമാലകൾ അടിച്ചു കയറിയതും പിന്നാലെ ഭൂകമ്പം ഉണ്ടായതുമെല്ലാം ജപ്പാനെ വലിയ രീതിയിൽ വരിഞ്ഞു കെട്ടിയിരുന്നു. ഈ റിയോ തൽസുഗി, ബാബ വാങ്കെ പോലെയുള്ളവരുടെ പ്രവചനങ്ങൾ ആരും കണക്കിലെടുക്കേണ്ടതില്ല എന്നും അതിന് ശാസ്ത്രീയ തെളിവുകൾ ഒന്നുമില്ല എന്നും ജപ്പാൻ ഭരണകൂടം ജനങ്ങളോട് ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ജൂലൈ 5-ന് രാവിലെ ഒരു സുനാമി ഉണ്ടാകുമെന്നായിരുന്നു തൽസുഗി പ്രവചിച്ചത്. എന്നാൽ ജൂലൈ അവസാനത്തിൽ തന്നെയാണ് പ്രവചനം ദിവസം മാറിപ്പോയെങ്കിലും ജൂലൈ അവസാനത്തിൽ ഭീതിതമായ സാഹചര്യം ജപ്പാനിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങളെ ജപ്പാൻ ജനത ഭയക്കുകയാണ്. അവർ പ്രവചനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ജനങ്ങൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. 2025 ലോകത്തെ സംബന്ധിച്ചിടത്തോളം പല കോണിലും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായ വർഷമാണ്. ഇനി കഴിഞ്ഞിട്ടില്ല 2025. ഇത് തുടർ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഘോഷയാത്രയ്ക്കുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ചൈനയിൽ പ്രളയമുണ്ടായി. ചൈനയിൽ വലിയ തോതിലാണ് മരണസംഖ്യ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ കൃത്യമായ കണക്ക് ചൈനീസ് ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും വലിയ തോതിൽ അവിടെ പ്രളയം ഉണ്ടായി എന്നും വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2026 ഇതിനേക്കാൾ ഭയാനക വർഷമായിരിക്കുമെന്നാണ് പ്രവചനം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.